ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്കൊരു പാനൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, ചതച്ചതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഓണിയനൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി വരണം. ഇപ്പോൾ ഓണിയനൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ ഒന്ന് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 പൊട്ടറ്റോ ബോയിൽ ചെയ്തതാണ്, അതിനെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവി കുറച്ചുകൂടി വേണമെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിക്കൊടുക്കാം. അത് അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുക്കുക. അതൊക്കെ യുവർ ചോയ്സാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.